നമസ്കാരം. ദൂരദർശന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് സ്വാഗതം. പോയ വർഷത്തിന്റെ ശേഷിപ്പുകളിൽ നഷ്ടങ്ങളുടെ കണക്കുകളാവാം നമുക്ക് കൂടുതൽ ഓർമ്മയുണ്ടാവുക. നൊമ്പരപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നെങ്കിലും ഓരോ പുതുവർഷവും പുത്തൻ പ്രതീക്ഷകളും പ്രത്യാശകളും സ്വപ്നങ്ങളും നൽകിക്കൊണ്ടാണ് കാലത്തിന്റെ വഴിയമ്പലത്തിൽ വിരുന്നിനെത്തുന്നത്. ഓരോ ഇല്ലായ്മകളും ഉറവ് പറ്റാത്ത സ്നേഹത്തിന്റെ നന്മയുടെ നിറവിലാണ് അവസാനിക്കുക. കഴിഞ്ഞ വർഷത്തെ ബാക്കിയായ നന്മകളുടെ സന്തോഷ നിമിഷങ്ങളുടെ തുടർച്ചയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. കടലും കടലിന്റെ വിസ്മയ സൗന്ദര്യവും കപ്പലും കപ്പൽ യാത്രകളും അത്ഭുതപ്പെടുത്തുന്ന കപ്പൽ നിർമ്മാണ ചാതുരിയും തന്നിലേക്ക് ആവാഹിച്ച് വേറിട്ട വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സോഹൻ റോയ്, പ്രശസ്തനായ നേവൽ ആർക്കിടെക്ട്. മർച്ചന്റ് നേവിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എഞ്ചിനീയറായി കർമ്മകാണ്ഡത്തിലെ ആദ്യ അധ്യായം. കടലുമായും കപ്പലുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെയധികം രസകരവും കൗതുകകരവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതും വളരെയധികം രസകരമായിരിക്കും. ഗുഡ് മോർണിംഗ് കേരളയിലെ വ്യക്തിവിശേഷത്തിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിനകത്തും പുറത്തും കപ്പൽ നിർമ്മാണവുമായും കപ്പൽ ഡിസൈനിങ്ങിനുമായും കടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ ആയ ശ്രീ സോഹൻ റോയിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സർ. ഇപ്പോൾ ശരിക്കും കടൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒരു നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടി എന്ന് പറയാം. ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സാറ്. ശരിക്കും ബേസിക്കലി എന്താണ് നേവൽ ആർക്കിടെക്ട് ആണ്. കപ്പൽ ഡിസൈൻ ചെയ്ത സാധാരണ ആർക്കിടെക്ട്സ് വീട് ഡിസൈൻ ചെയ്യും, നേവൽ ആർക്കിടെക്ട്സ് കപ്പൽ ഡിസൈൻ ചെയ്യും. അപ്പൊ ശരിക്കും ഈ കപ്പൽ ഡിസൈനിങ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്തരം ഈ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെയാണല്ലേ സർ? ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. ഇപ്പൊ കേരളത്തിൽ ആകെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ഈ കോഴ്സ്. ഇന്ത്യയിൽ തന്നെ ഒരു വർഷം 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രമാണ് ഇത് പ്രോഡക്ട്സ് വരുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 20 പേരുണ്ട്, ഖരഗ്പൂർ ഐഐടിയിൽ നിന്ന് 10 പേരും, മദ്രാസ് ഐഐടിയിൽ നിന്ന് 10 പേരും, ഇങ്ങനെ 40 പേരാണ് ഈ ഒരു വർഷം ഇത് പഠിച്ചിറങ്ങുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിലെ വില്യം പി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ സർവകലാശാലയാണ്. അപ്പം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നത് അവിടുത്തെ പ്രൊഫസേഴ്സ് ആയിരുന്നു. അപ്പൊ കാര്യം അന്ന് ഇത് പഠിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഇല്ല. അപ്പൊ അവര് വന്ന് പഠിപ്പിച്ച് പിന്നീട് ഞങ്ങളുടെ ബാച്ചോട് കൂടി പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിച്ചു തുടങ്ങി. ശരിക്കും നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇത്രയ്ക്കും കുറവായത് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ സ്കോപ്പ് കുറഞ്ഞിട്ടാണോ? സ്കോപ്പ് കുറഞ്ഞല്ല. ഇത് ഒരു പുതിയ ടെക്നോളജി പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പഠിപ്പിക്കാൻ എക്സ്പേർട്സിനെ വേണം. അപ്പൊ അതിന്റെ ഒരു ഷോർട്ടേജ് വളരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വില്യം പി യൂണിവേഴ്സിറ്റി രംഗത്ത് വരികയും ഒരു വന്നപ്പം ഓക്കെ ഇനിയിപ്പം അത് പുതിയ മിനിസ്ട്രി അത് പുതിയ പുതിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എല്ലാ യൂണിവേഴ്സിറ്റിയും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പഠിപ്പിക്കാൻ ആവശ്യത്തിന് ആളിനെ കിട്ടുന്നില്ല. ഒരു അത്ര ഡിമാൻഡാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നേവലായിട്ട്, പക്ഷെ കിട്ടാനില്ല. 1992 UAEയിൽ 6 വർഷക്കാലം കപ്പൽ രൂപകൽപ്പനയിലും മറ്റും വ്യാപൃതനായ സോഹൻ റോയ് അതും ഉപേക്ഷിച്ച് 1998 ഷാർജയിൽ ആരീസ് മറൈന് തുടക്കം. സോഹൻ റോയിയുടെ മനസ്സ് നിറയെ സംഗീതവും സിനിമയുമായിരുന്നു ആദ്യം. അതിനിടയിൽ കപ്പൽ രൂപകൽപ്പനയിൽ, നേവൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. വേറിട്ട വഴിയിലൂടെ യാത്രയുടെ ചിഹ്നങ്ങളായി സോഹൻ റോയിയുടെ കരവിരുതിന്റെ പ്രതീകങ്ങളായ കപ്പലുകൾ, വള്ളങ്ങൾ ഏറെയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കപ്പൽ ഡിസൈനിങ്ങാണ് ആരീസ് മറൈന്റേത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേക്ക് ബോട്ട്, ചുണ്ടൻ വള്ളം 155 അടി നീളത്തിൽ രൂപകൽപ്പന ചെയ്തത് ഈ പ്രതിഭാശാലിയായ എഞ്ചിനീയറാണ്. സർ, ഇപ്പോ പഠനം കഴിഞ്ഞു നേരെ ജോലിയിലേക്കായിരുന്നോ അതോ ബിസിനസ് രംഗത്തേക്കാണോ സ്റ്റാർട്ട് ചെയ്തത്? അല്ല, അത് പഠനം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പീരീഡ് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. കാര്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോയത് എന്റെ ഫീൽഡിലേക്കല്ല. കാര്യം അന്ന് എന്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫിലിം ഡയറക്ടർ ആവണം. കാര്യം അത് ചെറുപ്പം തൊട്ടേ ഉള്ളത്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സ്വന്തമായിട്ട് ഡ്രാമാസ് ഡയറക്ട് ചെയ്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഒരു ഏതാണ്ട് ആ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 50ഓളം ഡ്രാമാസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് ആ ഫീൽഡിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം വന്നു. എന്റെ കൂടെയുള്ളവരെല്ലാം, കാര്യം ആ കോഴ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും തൊഴിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരും തൊഴിലിന് പോയി. പക്ഷേ ഈ മനസ്സ്, എനിക്കറിയാം അന്ന് ഈ ആഗ്രഹം സാധിച്ചില്ല, പിന്നെ അത് സാധിക്കില്ല. അങ്ങനെ ഞാൻ കമൽ സാറിനെ കാണാൻ പോയി, അദ്ദേഹത്തിന്റെ അടുത്ത് വിവരം പറഞ്ഞു. പക്ഷേ പല കാരണങ്ങളല്ല അവസാനം അത് ഞാൻ വിഷ്ണു ലോകത്തിന് ജോയിൻ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ ചെല്ലാൻ ലേറ്റ് ആയതിന്റെ പേരിൽ അത് നടന്നില്ല. അപ്പം പിന്നീട് അപ്പോഴത്തെ വീട്ടിൽ നിന്നും ഭയങ്കര പ്രഷറായി. അങ്ങനെ ഞാൻ നേരെ തിരിച്ചു വന്നു. അന്നേരം ഞാൻ ഷിപ്പ് ബിൽഡിംഗ് മേഖലയിലേക്ക് പോകണ്ടെന്ന് ഞാൻ എന്റെ മനസ്സ് പറഞ്ഞു. കാര്യം അവിടെയല്ല, അപ്പൊ എന്തെങ്കിലും ഒരു പുതിയ ആരും പോകാത്ത വഴികളിലൂടെ പോകണം എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ മർച്ചന്റ് നേവിയിൽ അന്ന് സാധാരണ നേവൽ ആർട്ടിക്സ് ആരും പോകത്തില്ല, അത് മറൈൻ എഞ്ചിനീയേഴ്സ് ആണ് പോകുന്നത്. അപ്പം ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മർച്ചന്റ് നേവിയിലേക്ക് പോകുന്ന നേവൽ ആർട്ടിക്ട് ഞാനാണ്. അങ്ങനെ ഞാൻ ഒരു 6 മാസത്തോളം സെയിൽ ചെയ്തു. പക്ഷേ എന്റെ ആദ്യത്തെ ഷിപ്പ് തന്നെ ഒരു വലിയ ഫയർ ഉണ്ടായി. അതിനകത്ത് ഞാൻ മാത്രം അതിൽ നിന്ന് എഞ്ചിൻ റൂമിൽ നിന്ന് രക്ഷപ്പെടുന്നത്.